ഡെവലപ്മെന്റ് ഓഫ് ഓവ്യൂൾ അല്ലേ. ഓവ്യൂൾ ഡെവലപ്സ് ആസ് എ പ്രൈമോഡിയം ഓഫ് ന്യൂസെല്ലസ് ഓവർ പ്ലാസൻഡ. പ്ലാസൻഡയിൽ നിന്നും ഒരു ന്യൂസെല്ലസിന്റെ പ്രൈമോഡിയം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനീഷ്യൽസ് ഓഫ് ഇൻഡഗുമെന്റ്സ് ഡെവലപ്പ് ഫ്രം ദി ബേസ് ഓഫ് ഓവ്യൂൾ. ഓവ്യൂളിന്റെ ബേസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇൻഡഗുമെന്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇൻഡഗുമെന്റ്സ് ഗ്രോസ് ടു സറൗണ്ട് ദ ന്യൂസെല്ലസ് ഓൺ ഓൾ സൈഡ്സ് എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ് ഓർ മൈക്രോപൈലാർ റീജിയൻ. നമ്മൾ പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക് അല്ലേ. പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ് ഇൻഡഗുമെന്റ്സ്, ഇതാണ് അല്ലേ. ഇൻഡഗുമെന്റ്സ് ഈ ഓവ്യൂളിനെ കവർ ചെയ്യുന്നുണ്ട്. എവിടെ ഒഴിച്ച്, മൈക്രോപൈലാർ റീജിയനിൽ ഒഴികെ എല്ലാ ഭാഗത്തും ഇൻഡഗുമെന്റ്സ് ഓവ്യൂളിനെ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി in the hypodermal region of nucellus towards a micropyle end develops a primary archisporial cell. അതായത് ഹൈപ്പോഡെർമൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഡെർമിസിൻ്റെ തൊട്ട് താഴെയുള്ള റീജിയനാണ് നമ്മൾ ഹൈപ്പോഡെർമൽ റീജിയൻ എന്ന് പറയാം അല്ലേ. മൈക്രോപൈലാർ എൻഡിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ റഫായിട്ട് വരക്കുകയാണെങ്കിൽ ഇതാണ് മൈക്രോപൈലാർ എൻഡ്, അതുപോലെ തന്നെ ഇതാണ് ചലാസൽ എൻഡ് അല്ലേ, ചലാസൽ എൻഡ്. അപ്പം ചലാസൽ എൻഡ് ഇത് ഏത് ടൈപ്പ് ഓവ്യൂളാണ്, ഇത് അനാട്രോപ്പസ് ഓവ്യൂളാണ് അല്ലേ. അനാട്രോപ്പസ് ഓവ്യൂളാണെങ്കിൽ ചലാസൽ എൻഡ് മുകളിലും മൈക്രോപൈലാർ എൻഡ് താഴെയായിട്ട് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഹൈപ്പോഡെർമൽ റീജിയനിൽ മൈക്രോപൈൽ എൻഡിൽ എന്ത് ചെയ്യുന്നു, ഒരു ആർക്കിസ്പോറിയൽ സെല്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലേ. ഇനി ഇതിനെ നമുക്ക് നേരെ ഓർത്തോട്രോപ്പസിൻ്റെ കേസിൽ വരയ്ക്കുകയാണെങ്കിൽ, ഓർത്തോട്രോപ്പസിലാണെങ്കിൽ ഇവിടെയാണ് മൈക്രോപൈലാർ എൻഡ്, അതുപോലെ ഇവിടെയാണ് ചലാസൽ എൻഡ് അല്ലേ. അപ്പം ഈ ഏകദേശം ഇവിടെ ആയിട്ടാണ് എന്ത് വരിക, ആർക്കിസ്പോറിയൽ സെല്ല് വരിക അല്ലേ. അപ്പോൾ എങ്ങനെയായാലും മൈക്രോപൈലാർ എൻഡിൽ ആർക്കിസ്പോറിയൽ സെല്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലേ. ഇൻ ദി ഹൈപ്പോഡെർമൽ റീജിയൻ ഓഫ് ന്യൂസെല്ലസ് ടുവേർഡ്സ് ദി മൈക്രോപൈൽ എൻഡ് ഡെവലപ്സ് എ പ്രൈമറി ആർക്കിസ്പോറിയൽ സെൽ. ഇറ്റ് ഗ്രോസ് ഇൻ സൈസ് ആൻഡ് ഡെവലപ്സ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. അത് അതിൻ്റെ സൈസ് വലുതായി വരുന്നു, അതിലെന്ത് ചെയ്യുന്നു, ഒരു ന്യൂക്ലിയസ്, പ്രോമിനൻ്റ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു അല്ലേ. ഈ ആർക്കിസ്പോറിയൽ സെല്ലിൽ നിന്നാണ് പിന്നീട് എംബ്രിയോസാക്ക് ഉണ്ടായി വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. ദി ആർക്കിസ്പോറിയൽ സെൽ ഓഫൺ ഡിവൈഡ്സ് വൺസ് ഇൻറ്റു ഔട്ടർ പ്രൈമറി പറൈറ്റൽ സെൽ ഓർ വാൾ സെൽ ആൻഡ് ഇന്നർ പ്രൈമറി സ്പോറോജീനസ് സെൽ. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എന്ത്, പ്രൈമറി ആർക്കിസ്പോറിയൽ സെൽ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലായി മാറി. ഇതാണ് പറൈറ്റൽ സെല്ല്, പ്രൈമറി പറൈറ്റൽ സെല്ല്. അതുപോലെ ഇതാണ് എന്ത്, പ്രൈമറി സ്പോറോജീനസ് സെല്ല് അല്ലേ. അപ്പോൾ ആർക്കിസ്പോറിയൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പ്രൈമറി പറൈറ്റൽ സെല്ലും അതുപോലെ പ്രൈമറി സ്പോറോജീനസ് സെല്ലുമായി മാറി. പ്രൈമറി പറൈറ്റൽ സെൽ മേ ഡിവൈഡ് വൺ ഓർ മോർ ടൈംസ്. പറൈറ്റൽ സെല്ല് വീണ്ടും ഡിവിഷൻ നടക്കും. പറൈറ്റൽ സെല്ലിൻ്റെ ഡിവിഷൻ നടന്നിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സെല്ല് ഉണ്ടായി അല്ലേ. അതുപോലെ പ്രൈമറി സ്പോറോജീനസ് സെൽ കോമൺലി ഫങ്ഷൻസ് ഡയറക്ട്ലി ആസ് ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ ഓർ മെഗാസ്പോറോസൈറ്റ്. അപ്പോൾ പ്രൈമറി സ്പോറോജീനസ് സെൽ എന്തായി, മെഗാസ്പോർ മദർ സെല്ലായി മാറി. ഈ മെഗാസ്പോർ മദർ സെല്ലിലാണ് മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം. ഹൈപ്പോഡെർമൽ റീജിയനിൽ ഒരു സെല്ല് മൈക്രോപൈലാർ എൻഡിൽ എന്ത് ചെയ്തു, ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്നു. അതിനെ നമ്മൾ ആർക്കിസ്പോറിയൽ സെല്ല് എന്ന് പറയുന്നു. ഈ ആർക്കിസ്പോറിയൽ സെല്ല് പറൈറ്റൽ സെല്ലും അതുപോലെ സ്പോറോജീനസ് സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ പറൈറ്റൽ സെൽസിൻ്റെ ഡിവിഷൻ വീണ്ടും നടന്നു. സ്പോറോജീനസ് സെല്ല് എന്തായി മാറി, മെഗാസ്പോർ മദർ സെല്ലായി മാറി അല്ലേ. ദ മെഗാസ്പോർ മദർ സെൽ ഓർ MMC എന്ന് നമ്മൾ ഇതിനെ പറയാം അല്ലേ. undergoes meiosis and forms 4 haploid megaspores. മെഗാസ്പോർ മദർ സെല്ല് സ്പോറോജീനസ് സെല്ലിൽ നിന്നും ഉണ്ടായിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിൻ്റെ ഡിവിഷൻ നടന്നിട്ട്, ഏത് ഡിവിഷനാണ്, മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ അല്ലേ. മിയോസിസ് നടന്നിട്ട് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടായി, 4 മെഗാസ്പോർസ് ഉണ്ടായി അല്ലേ. ഇനി ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് മിയോട്ടിക് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫ്രം ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ ഈസ് കാൾഡ് മെഗാസ്പോറോജനസിസ്.
മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് മെഗാസ്പോറോജനസിസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അല്ലേ. മിയോട്ടിക് ഡിവിഷൻ വഴി മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്നത്. കോമൺലി ദ ചലാസൽ മെഗാസ്പോർ റിമെയിൻസ് ഫങ്ഷണൽ വൈൽ ദി അതർ 3 ഡീജനറേറ്റ്. അതായത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ലീനിയർ ടെട്രാഡ് ഓഫ് മെഗാസ്പോർ അല്ലേ. അതായത് 4 മെഗാസ്പോർ ഉള്ള ഒരു ലീനിയർ ടെട്രാഡ് എന്നാണ് ഇതിന് പറയുന്നത് അല്ലേ. ഇതിൽ ചലാസൽ എൻഡിലുള്ള ഇത് ചലാസൽ എൻഡാണ്, അതുപോലെ തന്നെ ഇത് മൈക്രോപൈലാർ എൻഡാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ചലാസൽ എൻഡിലുള്ള മെഗാസ്പോർ മാത്രം നിലനിൽക്കും, ബാക്കി 3 മെഗാസ്പോർസ് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്തിട്ട് പോകും അല്ലേ. അപ്പോൾ ഒരു മെഗാസ്പോർ മാത്രം നിലനിന്നിട്ട് ബാക്കി 3 മെഗാസ്പോർസും ഡീജനറേറ്റ് ചെയ്യും. ഇനി ഈ മെഗാസ്പോറിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ മെഗാസ്പോറിൽ ചില മാറ്റങ്ങൾ വന്നിട്ടാണ് നമ്മുടെ എംബ്രിയോ സാക്ക് രൂപം കൊള്ളുന്നത്. മെഗാസ്പോറിൽ ആദ്യം മെഗാസ്പോർ എന്താണ്, ഫസ്റ്റ് സെൽ ഓഫ് ഫീമെയിൽ ഗമേറ്റോഫൈറ്റിനാണ് നമ്മൾ മെഗാസ്പോർ എന്ന് പറയുക. അതൊരു സെല്ലാണ് അല്ലേ, മെഗാസ്പോറോജനസിസ് വഴി ഉണ്ടായിട്ടുള്ള ഒരു സെല്ലാണ് മെഗാസ്പോർ. അതിൽ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാൽ അതിലൊരു ഡിവിഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, 2 ന്യൂക്ലിയേറ്റുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, 2 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ. വീണ്ടും 2 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 8 ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. 8 ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചർ ഉണ്ടാവും. സെൽ വാൾ ഫോർമേഷൻ സ്റ്റാർട്ട് ദറ്റ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് റിസൾട്ടിങ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. അപ്പോൾ ആദ്യം മെഗാസ്പോറിൽ എന്താണ് 1 ന്യൂക്ലിയസ് ആണുള്ളത്. ആദ്യ ഡിവിഷൻ നടന്നിട്ട് 2 ന്യൂക്ലിയസ് ഉണ്ടാകും, ആദ്യത്തെ ഡിവിഷൻ നടന്നിട്ട് 2 ന്യൂക്ലിയസ് ഉണ്ടാകും. പിന്നീട് എന്ത് ചെയ്യും, ഈ 2 എൻഡിലേക്ക് പോയിട്ട് അവിടെ വീണ്ടും ഡിവിഷൻസ് നടക്കും അല്ലേ. അങ്ങനെ എന്താണ് 8 ന്യൂക്ലിയേറ്റ് ഉള്ള ഒരു എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റോഫൈറ്റ് ഉണ്ടാവും അല്ലേ. ഇനി the 2 nuclei shift to the ends and divide their twice forming 4 nucleate and then 8 nucleate structure. നമ്മൾ പറഞ്ഞു 2 ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്, ഓരോ ന്യൂക്ലിയസും ഓരോ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വീണ്ടും ഡിവിഷൻ നടക്കും. അപ്പം 4 ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ കിട്ടി. പിന്നീട് ആ 4 ന്യൂക്ലിയസിൽ വീണ്ടും ഡിവിഷൻ നടക്കും, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. എന്നിട്ട് എന്തുണ്ടായി, 8 ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായി. ഇവിടെ മൈറ്റോസിസ് നടക്കാൻ കാരണം മെഗാസ്പോർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ് അല്ലേ. ഇപ്പോൾ ഹാപ്ലോയിഡ് സെൽ ആയതുകൊണ്ട് മൈറ്റോസിസ് അവിടെ റിഡക്ഷൻ ഡിവിഷൻ അല്ല നടക്കുക, അവിടെ മൈറ്റോസിസ് ആണ് നടക്കുക. അങ്ങനെ മൈറ്റോസിസ് നടന്നാൽ 8 ന്യൂക്ലിയേറ്റ് ഉള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി അല്ലേ. 1 ന്യൂക്ലിയസ് ഫ്രം ഈച്ച് സൈഡ് മൂവ്സ് ടു ദി മിഡിൽ, ദേ ആർ കാൾഡ് പോളാർ ന്യൂക്ലിയർ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു 2 ന്യൂക്ലിയസ് ഉണ്ടായി, പിന്നീട് ഓരോ ന്യൂക്ലിയസും ഓരോ ഭാഗത്തേക്ക് പോയിട്ട് പിന്നെ അവിടെയാണ് ഡിവിഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ 2 ഭാഗത്തും 4 ന്യൂക്ലിയസ് ഉള്ള മൊത്തം 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി ഓരോ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഓരോ എൻഡിൽ നിന്നും ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്യും, സെൻറ്ററിലേക്ക് വരും അല്ലേ, സെൻറ്ററിലേക്ക് വരും. അപ്പം അവിടെ സെൻറ്ററിൽ എന്തായി, 2 ന്യൂക്ലിയസും ബാക്കി 3 ന്യൂക്ലിയസുമായി മാറി. 2 എൻഡിലും 3 ന്യൂക്ലിയസുമായി മാറി അല്ലേ. 2 എൻഡിലും 3 ന്യൂക്ലിയസും അതുപോലെ സെൻറ്ററിൽ 2 ന്യൂക്ലിയസുമായി. 1 ന്യൂക്ലിയസ് ഫ്രം ഈച്ച് സൈഡ് മൂവ്സ് ടു ദ മിഡിൽ, ദേ ആർ കാൾഡ് പോളാർ ന്യൂക്ലി. അതായത് ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നിട്ടുള്ള ഈ 2 ന്യൂക്ലിയസ് നമ്മൾ പോളാർ ന്യൂക്ലി എന്നാണ് പറയുന്നത്. ദ റിമൈനിങ് 3 ന്യൂക്ലി ഫോം സെൽസ് അറ്റ് ദി 2 ends, 3 കാൾഡ് എഗ് അപ്പാരറ്റസ് അറ്റ് ദി മൈക്രോപൈലാർ എൻഡ് ആൻഡ് 3 ആൻറ്റിപോഡൽ സെൽസ് അറ്റ് ദി ചലാസൽ എൻഡ്. അതായത് ഈ 2 സെൽസ് നമ്മൾ പോളാർ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു, 3 സെൽസ് എവിടെ ഉണ്ട്, ചലാസൽ എൻഡിലും 3 സെൽസ് മൈക്രോപൈലാർ എൻഡിലും ഉണ്ട് അല്ലേ. ഈ മൈക്രോപൈലാർ എൻഡിലുള്ള 3 സെൽസ് കൂടിയതിനെയാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ 3 സെൽസും കൂടി കൂടിയതിനാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ 3 സെൽസ് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് വിളിച്ചു, ആൻറ്റിപോഡൽ സെൽസ്. ഇവിടെ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലേ. ഇങ്ങനെ മൂവ് ചെയ്തതിൻ്റെ ശേഷം അവർ സെൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതിൻ്റെ ശേഷമുള്ള സ്ട്രക്ചറാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ. എ ടിപ്പിക്കൽ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, ആദ്യത്തെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് മൈറ്റോസിസ് നടന്നിട്ട് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചർ കിട്ടി അല്ലേ. ആ 2 ന്യൂക്ലിയസും 2 എൻഡിലേക്ക് പോയിട്ട് അവിടെ വീണ്ടും എന്ത് ചെയ്തു, മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നു.
ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നപ്പോൾ മൊത്തം 4 സെൽസ് കിട്ടി. 2 മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നപ്പോൾ 8 ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചർ കിട്ടി അല്ലേ. ആ 8 ന്യൂക്ലിയസിൽ 4 ന്യൂക്ലിയസ് ഒരു ഭാഗത്തും 4 ന്യൂക്ലിയസ് മറ്റേ എൻഡിലുമാണ് ഉള്ളത് അല്ലേ. അപ്പം ഈ ഓരോ എൻഡിലുമുള്ള 4 ന്യൂക്ലിയസിൽ നിന്നും ഒരു ന്യൂക്ലിയസ് എങ്ങോട്ട് വന്നു, സെൻറ്ററിലേക്ക് വന്നു. എന്നിട്ട് അവിടെ 2 ന്യൂക്ലിയസ് ആയി മാറി. ഇതിനാണ് നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയാം. അങ്ങനെ വന്നാൽ 2 എൻഡിലും 3 ന്യൂക്ലിയസ് ആണുള്ളത് അല്ലേ. ഈ 3 ന്യൂക്ലിയസ് അതിന് സെൽ വാളൊക്കെ ഫോം ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ആൻറ്റിപോഡൽ സെൽസ്. അതുപോലെ താഴെയുള്ള 3 ന്യൂക്ലിയസ് എഗ് അപ്പാരറ്റസ് ഫോം ചെയ്യും അല്ലേ. ഇനി the middle binucleate part organizes itself into a central cell. സെൻട്രലുള്ളത് സെൻട്രലിൽ 2 ന്യൂക്ലിയസ് ആണുള്ളത്, അത് സെൻട്രൽ സെല്ലായി മാറും. എംബ്രിയോസാക് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ മെഗാസ്പോർ ഈസ് കാൾഡ് മോണോസ്പോറിക്. അതായത് നമ്മൾ പറഞ്ഞു ആദ്യം ലീനിയർ ഓഫ് മെഗാസ്പോർ ടെട്രാഡ് ഉണ്ടായിരുന്നു അല്ലേ. അതിൽ 3 മെഗാസ്പോർസ് എന്ത് ചെയ്തു, ഡീജനറേറ്റ് ചെയ്തു പോയി. ഒരു മെഗാസ്പോറിൽ നിന്നുമാണ് ഈ ഒരു എംബ്രിയോസാക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒറ്റ മെഗാസ്പോറിൽ നിന്നാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അത്തരം ഡെവലപ്മെൻറ്റ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ബൈസ്പോറിക് ആൻഡ് ടെട്രാസ്പോറിക് എംബ്രിയോസാക്സ് ഹാവ് 2 and 4 മെഗാസ്പോർ പ്രിക്കേഴ്സേഴ്സ് ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എംബ്രിയോസാക്ക്. ഇനി ഇതല്ലാതെ എംബ്രിയോസാക്ക് എന്താവാ, 2 സെല്ലിൽ നിന്നുണ്ടായി വരാം, അല്ലെങ്കിൽ 4 സെല്ലിൽ 4 മെഗാസ്പോർസിൽ നിന്നുണ്ടായി വരാം. അങ്ങനെയാണ് നമ്മൾ ബൈസ്പോറിക്, ടെട്രാസ്പോറിക് എന്നൊക്കെയുള്ള ടേം ഉപയോഗിച്ചിട്ടാണ് പറയുക അല്ലേ. ബൈസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ടെട്രാസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. 3 cells are grouped together at the micropylar end to form the egg apparatus consisting of 2 synergids and an egg cell. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു മൈക്രോപൈലാർ എൻഡിൽ 3 സെല്ലും അതുപോലെ തന്നെ ചലാസൽ എൻഡിൽ 3 സെല്ലാണുള്ളത് അല്ലേ. മൈക്രോപൈലാർ എൻഡിലുള്ള സെൽസിൽ ഒരു എഗ്ഗ് സെല്ലും, ഇതാണ് എഗ്ഗ് സെല്ല് ബാക്കിലായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. മുന്നിലുള്ള ഈ 2 സെല്ലിനെയും നമ്മൾ സൈനർജിഡ്സ് എന്നാണ് പറയുക. അപ്പം 2 സൈനർജിഡ്സും ഒരു എഗ്ഗ് സെല്ലും അടങ്ങിയിട്ടുള്ളതാണ് എഗ്ഗ് അപ്പാരറ്റസ് അല്ലേ. 3 cells are grouped together at the ചലാസൽ എൻഡ്. ദേ ആർ കാൾഡ് ആൻറ്റിപോഡൽ സെൽസ്. ഈ ചലാസൽ എൻഡിലുള്ള സെൽസിനാണ് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത്. ദ റിമൈനിങ് 2 nuclei are called polar nuclei. They move to the center of the embryo sac, now called central cell, and fuse to form a diploid secondary nucleus. അപ്പോൾ ഈ 2 സെൽസും ഒരുമിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യും, ആദ്യം 2 ന്യൂക്ലിയസും ഈ 2 സെൽസും ഒരുമിച്ചിട്ട് സെൻട്രൽ സെല്ലായി മാറും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ സെല്ലിൻ്റെ ന്യൂക്ലിയസ് 2ഉം ഒരുമിച്ചിട്ട്, അതായത് പോളാർ ന്യൂക്ലിയസ് 2ഉം ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ആയി മാറും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സൊക്കെ നടന്നതിന് ശേഷം എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക്ക് ഈസ് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ്. അതായത് ടിപ്പിക്കൽ എംബ്രിയോസാക്കിൽ 8 ന്യൂക്ലിയസും അതുപോലെ തന്നെ 7 സെൽസുമാണ് ഉണ്ടാവുക. 8 ന്യൂക്ലിയസും അതുപോലെ 7 സെൽസും അല്ലേ. സെൽസ് ഏതൊക്കെയാണ്, ആൻറ്റിപോഡൽ സെൽസ് 3 എണ്ണം അല്ലേ. അതുപോലെ എഗ് അപ്പാരറ്റസിലെ 3 സെൽസ്, അതുപോലെ തന്നെ ഒരു സെൻട്രൽ സെല്ലും അല്ലേ, ഒറ്റ സെൻട്രൽ സെല്ലും. ന്യൂക്ലിയസ് ഏതൊക്കെയാണ്, 2 പോളാർ ന്യൂക്ലിയസ് അല്ലേ. അതുപോലെ തന്നെ ചലാസൽ എൻഡിലുള്ള ആൻറ്റിപോഡൽ സെൽസിലുള്ള 3 ന്യൂക്ലിയസ്, അതുപോലെ തന്നെ എഗ് അപ്പാരറ്റസിലുള്ള 3 ന്യൂക്ലിയസ്. ഇങ്ങനെ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് കണ്ടീഷനിലാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുക അല്ലേ. ഇനി ദ 3 മൈക്രോപൈലാർ സെൽസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് എഗ് അപ്പാരറ്റസ് ഇക്വലന്റ് ടു 1 ആർക്കിഗോണിയം. ആർക്കിഗോണിയത്തിന് ഇക്വലന്റ് ആണ് എഗ് അപ്പാരറ്റസ് അല്ലേ. എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് 3 സെൽ, അതായത് 2 സൈനർജിഡ്സും എഗ്ഗും കൂടിയിട്ടുള്ളതിനാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുക. അത് ആർക്കിഗോണിയത്തിന് ഇക്വലന്റ് ആണ്. ദേ ആർ പൈറിഫോം ഇൻ ഔട്ട്ലൈൻ ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ എ ട്രയാങ്കുലാർ ഫാഷൻ. ശരിക്കും ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക അല്ലേ. ബാക്കിൽ എഗ് സെല്ലും അല്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനാണ് പൈറിഫോം ഔട്ട്ലൈൻ എന്ന് പറയുക. അത് തന്നെ ട്രയാങ്കുലാർ ഷേപ്പാണ് അല്ലേ. ഇനി ദ 3 cells of egg apparatus have conspicuous common walls towards micropylar half. They separate and become thin towards the central cell. അതായത് ഇവിടെ എല്ലാവരും എന്താണ്, ഫ്യൂസ് ചെയ്തിട്ടാണുള്ളത് അല്ലേ.
കോമൺ വാളാണ് ഇവിടെ ഉള്ളത്, അതായത് മൈക്രോ പൈലാർ എൻഡിലുള്ളത് അല്ലേ. മൈക്രോ പൈലാർ എൻഡിൽ കോമൺ വാളാണ്. എന്നാൽ ചലാസൽ എൻഡിലേക്ക് വരുമ്പം ഇവർ 3 പേരും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ദേ സെപ്പറേറ്റ് ആൻഡ് ബിക്കം തിൻ ടുവേർഡ്സ് ദി സെൻട്രൽ സെൽ. വൺ മിഡിൽ സെൽ ഈസ് ലാർജർ ആൻഡ് ഈസ് കാൾഡ് എഗ് ഓർ ഓസ്ഫിയർ അല്ലേ. ഈ ലാർജ് സെല്ലിനാണ് നമ്മൾ എഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓസ്ഫിയർ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇറ്റ് ഹാസ് എ സെൻട്രൽ ഓർ മൈക്രോപൈലർ വാക്യൂൾ ആൻഡ് എ ന്യൂക്ലിയസ് ടുവേർഡ്സ് ദി ചലാസൽ എൻഡ്. അതായത് ന്യൂക്ലിയസ്, ഈ എഗ്ഗിലുള്ള ന്യൂക്ലിയസ് എന്താണ്, എല്ലാത്തിലും ന്യൂക്ലിയസും അതുപോലെ തന്നെ വാക്യൂളും ഉണ്ട് അല്ലേ. എഗ്ഗിലുള്ള ന്യൂക്ലിയസ് ചലാസൽ എൻഡിലാണ് ന്യൂക്ലിയസ് ഉള്ളത്, അതുപോലെ വാക്യൂൾ എവിടെയാണുള്ളത്, മൈക്രോ പൈലാർ എൻഡിലാണ്. എന്നാൽ നമ്മൾ കാണുന്നത് 2 സൈനർജിഡ്സ് ആണ് അല്ലേ. സൈനർജിഡ്സ് ആണ് കാണുന്നത്. ഈ സൈനർജിഡ്സിലുള്ള വാക്യൂൾസ് ചലാസൽ എൻഡിലാണുള്ളത്, അതുപോലെ തന്നെ സൈനർജിഡ്സിൻ്റെ ന്യൂക്ലിയസ് എവിടെയാണ്, മൈക്രോ പൈലാർ എൻഡിലുമാണുള്ളത്. ഒന്നുകൂടി പറയാം, എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് ചലാസൽ എൻഡിലും വാക്യൂൾസ് മൈക്രോ പൈലാർ എൻഡിലുമാണുള്ളത് അല്ലേ. എന്നാൽ സൈനർജിഡ്സിലാണെങ്കിൽ ന്യൂക്ലിയസ് മൈക്രോ പൈലാർ എൻഡിലും അതുപോലെ ചലാസൽ എൻഡിൽ ആരാണുള്ളത്, വാക്യൂൾസ് ആണുള്ളത്. എ ഫിലിഫോം അപ്പാരറ്റസ് മേ ഓർ മേ നോട്ട് ബി പ്രസൻറ്റ്. ഫിലിഫോം അപ്പാരറ്റസ്, ഇതിനാണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയാം അല്ലേ. ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ് ഉണ്ട് ഇവിടെ അല്ലേ. ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ് ഉള്ള സ്ട്രക്ചറാണ് അല്ലേ. ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ് ഓഫ് ദി വാൾ ഇൻ ടു ദി സൈറ്റോപ്ലാസം. ഈ എംബ്രിയോസാക്കിൻ്റെ വാളിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കുള്ള ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസിനെ നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് അല്ലേ. ദ റിമൈനിങ് 2 സെൽസ് ആർ കാൾഡ് സൈനർജിഡ്സ്, കോപ്പറേറ്റീവ് സെൽസ് ഓർ ഹെൽപ്പ് സെൽസ്. എഗ്ഗിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എഗ്ഗാണ് സെൻട്രൽ സെല്ല്, എഗ്ഗ് വലിയ സെല്ലാണ്. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് ചലാസൽ എൻഡിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ വാക്യൂള് മൈക്രോ പൈലാർ എൻഡിലുമാണ് ഉള്ളത് അല്ലേ. ഇനി ബാക്കി 2 സെൽസിനാണ് നമ്മൾ സൈനർജിഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽപ്പ് സെൽസ് എന്നൊക്കെ പറയാം അല്ലേ. ഇവരുടെയൊക്കെ ഫങ്ഷൻ എന്താണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ആണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി all the 3 cells of the egg apparatus communicate with one another and to the central cell by plasmodesmata. എഗ് അപ്പാരറ്റസിലുള്ള 3 സെൽസും അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഗ് അപ്പാരറ്റസിലെ സെൽസ് സെൻട്രൽ സെല്ലുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ. പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ദ എഗ് ഓർ ഓസ്ഫിയർ റെപ്രസെൻറ്റ്സ് ദ സിംഗിൾ ഫീമെയിൽ ഗമേറ്റ് ഓഫ് ദി എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിലുള്ള സിംഗിൾ ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് എഗ്ഗാണ്, അല്ലെങ്കിൽ എഗ് നമ്മൾ ഓസ്ഫിയർ എന്നും പറയുന്നു. ദ സൈനർജിഡ്സ് ഹെൽപ്പ് ഓൺ ഒബ്റ്റെയിനിങ് നറിഷ്മെൻറ്റ് ഫ്രം ദി ഔട്ടർ സെൽസ്, ഗൈഡ് ദി പാത്ത് ഓഫ് പോളൻ ട്യൂബ് ബൈ ദർ സെക്രീഷൻ ആൻഡ് ഫങ്ഷൻ ആസ് ഷോക്ക് അബ്സോർബേഴ്സ് ഡ്യൂറിങ് ദി പെനിട്രേഷൻ ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദി എംബ്രിയോ സാക്ക്. ഇവിടെ സൈനർജിഡ്സിൻ്റെ 3 ഫങ്ഷൻസ് ആണ് പറയുന്നത് അല്ലേ. ഒന്നെന്താണ്, ഹെൽപ്പ് ഓൺ ഒബ്റ്റെയിനിങ് നറിഷ്മെൻറ്റ് ഫ്രം ദി ഔട്ടർ സെൽസ്, പുറത്തുള്ള സെൽസിൽ നിന്നും നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ ഫംഗ്ഷനാണ്, സൈനർജിഡ്സിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് അല്ലേ. അതുപോലെ ഗൈഡ് ദി പാത്ത് ഓഫ് പോളൻ ട്യൂബ് ബൈ ദർ സെക്രീഷൻ. നമുക്ക് പിക്ചറിൽ നോക്കാം അല്ലേ. പോളൻ ട്യൂബ് ഇങ്ങനെ വരുമ്പം പോളൻ ട്യൂബിന് ഈ എഗ്ഗിലേക്കുള്ള പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ സൈനർജിഡ്സ് ആണ് അല്ലേ. അവർ ചില സെക്രീഷൻസ് നടത്തിയിട്ടാണ് ഇവർക്ക് റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്, പോളൻ ട്യൂബിനുള്ള റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തത് എന്താണ്, ഫങ്ഷൻ ആസ് ഷോക്ക് അബ്സോർബേഴ്സ് ഡ്യൂറിങ് ദി പെനിട്രേഷൻ ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദി എംബ്രിയോ സാക്ക്. പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്നതും ആരെന്നെയാണ്, ഈ സൈനർജിഡ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ ന്യൂട്രീഷൻ കൊടുക്കുന്ന ഡ്യൂട്ടിയും അതുപോലെ തന്നെ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്ന ഡ്യൂട്ടിയും പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ഷോക്ക് അബ്സോർബറായിട്ടും ഇവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ദ 3 ചലാസൽ സെൽസ് ഓഫ് ദി എംബ്രിയോ സാക്ക് ആർ കാൾഡ് ആൻറ്റിപോഡൽ സെൽസ് അല്ലേ. ചലാസൽ എൻഡിലുള്ള സെൽസിനെ നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത്. ദേ ആർ വെജിറ്റേറ്റീവ് സെൽസ് ഓഫ് ദി എംബ്രിയോ സാക്ക് വിച്ച് മേ ഡീജനറേറ്റ് സൂൺ ഓർ ടേക്ക് പാർട്ട് ഇൻ അബ്സോർബിങ് നറിഷ്മെൻറ്റ് ഫ്രം ദി സറൗണ്ടിങ് ന്യൂസെല്ലാർ സെൽസ്. അതായത് ചലാസെലൻസ് ഒന്നുകിൽ പെട്ടെന്ന് ഡീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ന്യൂസെല്ലാർ സെൽസ് ആണ് ഇതിൻ്റെ ചുറ്റുള്ളത് അല്ലേ. ഔട്ടർ സെൽസ് എന്ന് പറയുന്നത്
ന്യൂസെല്ലാർ സെൽസ് ആണ്. ഈ ന്യൂസെല്ലാർ സെൽസിൽ നിന്നും നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് എടുക്കാനും ഇവർ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇന്റേണലി ദേ ആർ കണക്റ്റഡ് വിത്ത് സെൻട്രൽ സെൽസ് ബൈ മീൻസ് ഓഫ് പ്ലാസ്മോ ഡെസ്മാറ്റ. ഇവർക്കും എന്തുണ്ട്, പ്ലാസ്മോ ഡെസ്മാറ്റൽ കണക്ഷൻസ് ഉണ്ട്, അതിലൂടെ ഇവർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. ഇനി ദ സെൻട്രൽ സെൽ ഈസ് ദ ലാർജസ്റ്റ് സെൽ ഓഫ് ദി എംബ്രിയോ സാക്ക്. സെൻട്രൽ സെല്ലാണ് ഏറ്റവും വലിയ സെല്ല്. എംബ്രിയോ സാക്കിൽ ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത് സെൻട്രൽ സെല്ലാണ്. ഇറ്റ് ഹാസ് എ ഹൈലി വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസം which is rich in reserve food and Golgi bodies. In the middle of the cell contains two polar nuclei which are large nucleoli. അതായത് സെൻട്രൽ സെല്ലാണ് ഏറ്റവും വലിയ സെൽസ്, അതിന് വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസം ഉണ്ട്, റിസർവ് ഫുഡ് മെറ്റീരിയൽസും ഗോൾഗി ബോഡീസൊക്കെ ഒരുപാട് ഉണ്ട് അല്ലേ. ഇനി സെൻറ്ററിൽ എന്തുണ്ട്, രണ്ട് പോളാർ ന്യൂക്ലിയസും ഉണ്ട് അല്ലേ. The polar nuclei often fuses to form a single diploid secondary or fusion or definitive nucleus. പോളാർ ന്യൂക്ലിയസ് രണ്ടും ഒരുമിച്ച് കൂടിയിട്ട് ഒറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഫ്യൂഷൻ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയാം, ഫ്യൂഷൻ ന്യൂക്ലിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ് എന്നും പറയാം. Thus all the cells of the embryo sac are haploid except the central cell which is first binucleate and then becomes diploid due to fusion of the polar nuclei. അതായത് എംബ്രിയോ സാക്കിലുള്ള എല്ലാ സെൽസും ഹാപ്ലോയിഡ് ആണ്, സെൻട്രൽ സെല്ല് ഒഴികെ അല്ലേ. സെൻട്രൽ സെൽ എന്താണ്, ആദ്യം ബൈന്യൂക്ലിയേറ്റ് കണ്ടീഷനിലാണുള്ളത് അല്ലേ. ആദ്യം ബൈന്യൂക്ലിയേറ്റ് കണ്ടീഷനിലാണുള്ളത്, പിന്നെ എന്ത് ചെയ്യും, രണ്ട് ന്യൂക്ലിയസും ഒരുമിച്ച് കൂടിയിട്ട് ഡിപ്ലോയിഡ് സെല്ലായി മാറും അല്ലേ. സെക്കൻഡറി ന്യൂക്ലിയസ് ആവും അല്ലെങ്കിൽ ഫ്യൂഷൻ ന്യൂക്ലിയസ് ആവും, ആ സമയത്ത് ഡിപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പോൾ സെൻട്രൽ സെല്ല് മാത്രമേ ഡിപ്ലോയിഡ് ആണ്, ബാക്കിയുള്ള എല്ലാം എന്താണ്, ഹാപ്ലോയിഡ് സെൽസ് ആണ്. അപ്പോൾ എംബ്രിയോ സാക്ക് നമ്മൾ കണ്ടു. എംബ്രിയോ സാക്കിൻ്റെ ചലാസെൽ എൻഡിലുള്ളത് 3 സെൽസ് ആണ്, അപ്പോൾ നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് വിളിച്ചു. അതുപോലെ മൈക്രോപൈലാർ എൻഡിലുള്ളത് എഗ് അപ്പാരറ്റസ് ആണ്. സെൻറ്ററിലുള്ളത് സെൻട്രൽ സെല്ലാണ്, അത് ഡിപ്ലോയിഡ് ആണ് എന്നും നമ്മൾ കണ്ടു അല്ലേ. ഇത്രയുമാണ് എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എംബ്രിയോ സാക്ക് എന്താണെന്ന് കണ്ടു, മെഗാ സ്പോറോ ജനസിസ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫെർട്ടിലൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.